ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നും ചാനലിന്റെ ഉടമ ഞങ്ങളുടെ കൂടെ ഇല്ല, ആൾ ഉറങ്ങാണ്. അപ്പം അവൾ ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആൾ കശി ഫുൾ അലമ്പാണ് കേട്ടോ, സൗണ്ടുകളൊക്കെ വെച്ച് ബഹളം ഉണ്ടാക്കും. അപ്പം ഞങ്ങളെ അറിയത്തില്ലാത്തവരോട് അപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പം നമ്മൾ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്, കട്ടപ്പന തന്നെ ഫ്ലാറ്റിൽ റെൻറ്റിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ നമ്മൾ ഇവിടെ ആയിരുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക നമുക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടാത്തതിൻ്റെ തന്നെ മെയിനായിട്ടുള്ള കാരണം, ലോങ് വീഡിയോ നമ്മൾ ഇടാറേ ഇല്ല, ഷോർട്ട് മാത്രമേ ഇടാറുള്ളൂ. നമ്മൾ വീട് അന്വേഷിച്ച് നമ്മളിവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു വീട് അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു അല്ലേ? നീ പറ. നമ്മൾ കുറെ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ സൗകര്യങ്ങൾ കുറവെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾക്ക് പുറത്തുനിന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ മമ്മിക്കൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഇതില്ല. ഒരു മുറിയും നമുക്ക് തന്നെ ഇപ്പോൾ ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിൽ തോന്നി തുടങ്ങിയപ്പോൾ ഹാളും അടുക്കളയും മാത്രമേ ഉള്ളൂ. ഇവർ റൂം, ഹാള്, അടുക്കള, അപ്പം കിച്ചൺ. നമ്മൾ ഇവൻ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിലും അത് പാത്രം അവൾ ഉറങ്ങിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ പാത്രം കഴുകുന്ന പോലും അതിൻ്റെ പതുക്കെ നമ്മളിത് ചെയ്യാറുള്ളൂ. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മളൊരു വീട് എന്നൊരു പ്രിഫർ ചെയ്തത്. നമ്മൾ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു. നമ്മൾ ഡെലിവറി കഴിഞ്ഞ് അതിൻ്റെ കാര്യം പറയാനുണ്ട്. ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വീട്ടിലായിരുന്നു. അവിടുന്ന് ഒരു പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു ഒരു വീട് എന്നുള്ളത്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ ആ സമയത്ത് നമുക്ക് മതിയായിരുന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉള്ളായിരുന്നു. അപ്പം നമുക്ക് വേറെ കുഴപ്പമില്ല, തൊട്ടടുത്താണ്, ഹോസ്പിറ്റലിൽ പോകാനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള സൗകര്യവും എല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മളിവിടെ ഫ്ലാറ്റ് മതി എന്നുള്ള രീതിയിൽ നമ്മൾ വന്നത്. ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് മാറണം എന്നുള്ളൊരു ഇത് വളരെ അത്യാവശ്യമായിട്ട് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ വളർന്നു വരുന്നു. അതിൻ്റെതായ നമുക്ക് കുറച്ചുകൂടെ സ്പേസ്. മാത്രമല്ല നമുക്ക് വീഡിയോ എടുക്കാനാണെങ്കിലും നമുക്ക് സ്പേസ് വളരെ കുറവാണ് ഇവിടെ. അപ്പം എല്ലാ കാര്യത്തിനും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേറൊരു വീട്, നമ്മൾ വീട് നോക്കി നടക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു വർഷമായില്ലേ? അതെ, കുറെ നാളുകളായി. കാരണം നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോഴാണ് എന്തെങ്കിലും ഒരു ചെറുപ്പം നമ്മൾ എല്ലാം നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണും. പക്ഷെ വേറൊന്നുമല്ല, നമ്മൾ മേടിക്കാനൊന്നുമല്ല. പക്ഷെ വാടകയ്ക്കാണെങ്കിൽ പോലും നമുക്കൊരു ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യണമല്ലോ. ജീവിക്കേണ്ടതല്ലേ നമ്മൾ അവിടെ. അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇത് കാണും. നമ്മൾ കുറേ നാളുകളായിട്ട് ഒറ്റ വീട് എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മളിങ്ങനെ നടന്ന് നീങ്ങേണ്ടത്. പക്ഷെ അത് വലിയ ടാസ്ക് തന്നെയാണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്ലാറ്റ്, അല്ലെങ്കിൽ രണ്ടാം നില, അല്ലെങ്കിൽ ഷെയറിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ അറിഞ്ഞു തിരിഞ്ഞ് നമ്മൾ ഈവൻ വീഡിയോ വരെ ചെയ്തു. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ, നമുക്ക് ഒന്നോ രണ്ടോ പേരെ അറിയത്തുള്ളൂ, അവരുമായിട്ടാണ് നമ്മൾ കോണ്ടാക്ട്. കാരണം അവരുടെ കയ്യിലുള്ളത് നമുക്ക് പറ്റത്തില്ലാതെ വന്നുകൊണ്ടാണ് നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ചു. പക്ഷെ ചോദിച്ചവർക്കൊന്നും ഈ ഒറ്റ വീട് എന്നുള്ളതില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാം കൊണ്ട് ഓക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ കണ്ടു കഴിയുമ്പോൾ, കാരണം ഓക്കെ നമ്മൾ പറഞ്ഞേക്കാന്ന് പറയുമ്പോഴത്തേനും അതങ്ങ് പോവും. അങ്ങനെ 2 പ്രാവശ്യം സംഭവിച്ചു. നമ്മൾ ഒരു പ്രാവശ്യം വന്ന വീട് പിന്നെയും നമ്മളത് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ വീട് തന്നെ വന്നു. നമ്മളതെങ്കിൽ അഡ്വാൻസ് കൊടുത്തേക്കാന്ന് വെച്ചപ്പോഴത്തേനും ആ വീടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര ഒരു സങ്കടമായിരുന്നു. കാരണം നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കുഴപ്പമില്ല എന്നുള്ളത് ഓക്കെ എന്ന് പറഞ്ഞ് ഇതായിരുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ കിട്ടാൻ വീടില്ല വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി. കാരണം പുറത്തൊക്കെ അങ്ങോട്ട് തൊടുപുഴ പാലയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ വീട്, നമ്മളിങ്ങനെ ചില ഇതിൽ നോക്കുമ്പം നമുക്ക് ഇഷ്ടം പോലെ വീടുകൾ കാണും. പക്ഷെ ഇവിടെയല്ല, റെന്റും കുറവല്ല. പക്ഷെ ഇവിടെ റെന്റ് ഉണ്ട്, അത്യാവശ്യം റെന്റ് ഉണ്ട്. റെന്റ് നല്ല ഇതാണ്, ടൗൺ ഏരിയ ആണ്, അതാണ് കേട്ടോ റെന്റ് ഇത്രയും കൂടുതൽ. പിന്നെ പക്ഷെ നമ്മൾ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉള്ളിലേക്ക് നോക്കിയിട്ട് പോലും നമുക്ക് കിട്ടുന്നില്ല, വീട് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ നോക്കി കുറേ നാളുകളത്തെ അലച്ചിലിന് ശേഷം നമുക്കൊരു വീട് കിട്ടിയിട്ടുണ്ട്. ആ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാൻ കൊണ്ടു. അപ്പോൾ നമ്മളിത് മാറാൻ പോവാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടാകുന്നു ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ഒക്കെ ചെയ്യണം, നമ്മുടെ വീഡിയോ ചാനലിൽ ഇടണം എന്നൊക്കെ. പക്ഷെ ഇനി നമുക്ക് അതിനുള്ള സമയമില്ല. ഇനി എന്തായാലും പുതിയ വീടിൻ്റെ അല്ലേ എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളത്. കാരണം എല്ലാം പരിപാടി എല്ലാം ഓക്കെ ആയി. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് മാറുക. കാരണം അല്ലെ അവിടെ രണ്ടിടത്ത് നാളെ തന്നെ മാറാനുള്ള ഒരു ഇതിലാണ്. അപ്പം അല്ലേ? അതെ, അല്ല അത് ശരി. അല്ലെ 2 സ്ഥലത്തും നമ്മൾ റെന്റ് കൊടുക്കണ്ടേ? നമുക്ക് എത്രയും പെട്ടെന്ന്, കാരണം നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നതാണെങ്കിൽ അതല്ല നല്ലത്. കാരണം
കറണ്ട് ബില്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണെങ്കിലും നമുക്ക് ഇത് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നാളെ തന്നെ മാറുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇതിൽ വന്നിരിക്കുകയാണ്. കാരണം അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. പിന്നെ ഒന്ന് ക്ലീനിങ്, രണ്ടിടത്തും ക്ലീനിങ് ഉണ്ട്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. കാരണം എങ്ങനെയാണ് നമുക്ക് തന്നത് അതുപോലെ എത്തിച്ചു കൊടുക്കാനുള്ള നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. അപ്പം അതുപോലെ അത് കാരണം വലിയതൊന്നുമില്ല. പക്ഷേ നമ്മളിതൊന്ന് എടുത്ത് കഴിയുമ്പോൾ, കാരണം ഞങ്ങളിങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഥ പറയാൻ കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പം നമ്മൾ ബൈക്കിനാണ് നമ്മൾ വന്നത്, സാധനങ്ങളായിട്ട് കൊണ്ടുവന്നത്. കാരണം അതുപോലെ ഞങ്ങൾക്ക് ഒന്നും ഇല്ലായിരുന്നു. ഒരു 2 ബാഗ് മാത്രമേ ഉള്ളൂ, ഒരു ട്രോളിയും 2 ഷോൾഡർ ബാഗ് മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ വന്നു കഴിഞ്ഞത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പിക്കപ്പിന് അടിക്കാനുള്ള സാധനങ്ങളുണ്ട്, അതൊന്നും എടുത്ത് മാറ്റി അറിയത്തില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമുക്കിത് 3rd ഫ്ലോറിലായതുകൊണ്ട് നമുക്കിത് ഇറക്കാനുള്ളൊരു ടാസ്ക് ഉണ്ട്. നമുക്ക് ആരെങ്കിലും വിളിക്കണം. കാരണം കട്ടിലുണ്ടായിരുന്നു. ഈ കട്ടില് നമുക്ക് ആദ്യം വന്നപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ, നമ്മൾ അത് കഴിഞ്ഞ് മേടിച്ച്. ഈ കട്ടിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഒരു കട്ടിലാണ്. പിന്നെ എന്താ പറയുക, പിന്നെ മേടിച്ചു കഴിയുമ്പം അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മളിത് നട്ടും പൊളിട്ട് കൂരി ഇത് ചെയ്യേണ്ട, അഴിച്ചു മാറ്റിക്കൊണ്ട് പോകത്തേ നടക്കുകയുള്ളൂ. അപ്പോൾ അതൊരു ഇതാണ്. അവിടെ വന്ന് ചോദിക്കണം, പറ്റുമോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ നമുക്കത് അഴിക്കാനുള്ള ഓപ്ഷൻ നോക്കുക എന്നുള്ളതാണ്. ഉണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കണം, വരുന്നവരോട് ചോദിക്കണം ഇറക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം സ്റ്റെയർ ഒറ്റ സ്റ്റെയർ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ ഇവിടെ ഈ സ്റ്റെയറിന് തിരിവുള്ളത് കൊണ്ട് പറ്റത്തില്ലായിരിക്കാം, അറിയില്ല. പിന്നെ എന്താ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. അതാണ്, കാരണം സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ടാസ്ക് ആണ്. ഈ വീട് മാറുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക് ആണ്. ടെൻഷനാണ്. ഒന്ന് മാറി അവിടെ പോയി ഒന്ന് സെറ്റ് ആകുന്നതിന് വരെ ഭയങ്കര ടെൻഷൻ. വന്നപ്പോൾ നമുക്ക് അതേപോലെ ആയിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നേ തുടങ്ങണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം, കാരണം ഞാൻ മേടിച്ചു വെച്ചത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഒരു ബെഡ് മേടിച്ചു. ഇവിടെ വന്നപ്പം ബെഡ് മേടിച്ചു, 2 കസേര, പിന്നെ കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് സ്റ്റവും ഇത് സംഭവം എടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങൾ, മിക്സി ഉണ്ടായിരുന്നു, മിക്സി മേടിച്ചു. അതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒന്ന് കയറിയത്. പിന്നെയാണ് ഞങ്ങൾ 2 പേരുടെ പോയിട്ടാണ് പാത്രങ്ങൾ വരെ മേടിച്ചത്. കാരണം അന്ന് നമ്മൾ വന്ന് കയറിയ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ ഈവൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് അറിയില്ല. പൊടി ഐറ്റംസ് കുറേ മേടിച്ചു, കുറേ ഇട്ട് വെക്കാണ്ട് കുറേ പാത്രങ്ങൾ മേടിച്ചു. അതൊക്കെയായിരുന്നു നമ്മുടെ ഇത്. പിന്നെയാണ് ഓരോ ഐറ്റംസ് കൂട്ടി എല്ലാവരും അങ്ങനെ തന്നെയാണ്, നമുക്കറിയാം. പക്ഷേ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്കാണ് ഇത് ഇച്ചിരി കൂടി മനസ്സിലാകുക. ഈ വീട് ഇങ്ങനെ മാറിക്കൊണ്ടേ വേറെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വീട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു വീടുണ്ടാവും. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഉള്ള സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ ഇത് പറഞ്ഞു കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളും കൊണ്ട് വെച്ചാൽ പോരെ നമ്മൾ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ കേട്ടോ, പുതിയതായിട്ട് ഒരു വീട്ടിലോട്ട് ഇത് മാറുമ്പോൾ ഒരു പുതിയ വീട്ടിൽ കയറുന്ന പോലെ തന്നെ നമുക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം മേടിക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ എല്ലാ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചെറിയ കാര്യങ്ങൾ മേടിക്കാൻ, ഇനി ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ സ്ഥലത്ത് ചെന്നിട്ട് മേടിക്കാനുള്ള കാര്യങ്ങളാണ് അല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥന. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. ആദ്യമായിട്ട് കാണുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം, നമ്മൾ മനസ്സിലാവുന്നില്ല, പക്ഷെ നമ്മളെ കാണുന്നവരുണ്ടായിരിക്കും, സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അവരെന്തായാലും ഇത് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് നമ്മൾ കമന്റിലൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ഇതുകൊണ്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പറയാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.